നമസ്കാരം. പോളണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം റഷ്യ അയച്ച ഡ്രോണുകളെ ഒറ്റ രാത്രി കൊണ്ട് നാറ്റോ സഖ്യകക്ഷികൾ വെടിവെച്ചിട്ടതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഈ ഒരു നിലപാടിനെ പിന്തുണ അറിയിച്ചത്. ഇതാ നമ്മൾ തുടങ്ങുകയായി എന്നാണ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ എഴുതിയിരിക്കുന്നത്. റഷ്യ പോളണ്ടിലേക്ക് നടത്തിയ ഈ ഒരു ആക്രമണത്തിൻ്റെ പൊരുൾ എന്താണ് എന്ന കാര്യം ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. റഷ്യയുടെ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് പോളണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പോളണ്ടിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ റഷ്യയുടെ ഈ നീക്കം അപകടകരമാണ് എന്നാണ് പറഞ്ഞത്. ഒറ്റ രാത്രി കൊണ്ട് നിരവധി ഡ്രോണുകളാണ് റഷ്യയിൽ നിന്ന് പോളണ്ടിലേക്ക് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ചില അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. നാറ്റോ സഖ്യകക്ഷികൾ വെടിവെച്ചിട്ട ഈ ഡ്രോണുകളുടെ ചില ഭാഗങ്ങൾ മാത്രമല്ല, ചില അജ്ഞാത വസ്തുക്കളും ഇവിടെ നിന്ന് കണ്ടെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഒരു വീടും ഒരു കാറും പൂർണ്ണമായും തകർന്നിട്ടുണ്ടായിരുന്നു. ഒരു വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്ന വീടാണ് ഈ ഡ്രോണുകൾ വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ട് തകർന്നു വീണത്. ഒപ്പം അടുത്തുണ്ടായിരുന്നൊരു കാറും തകർന്നിരുന്നു. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് റഷ്യ നിരന്തരമായി പോളണ്ടിനെ ലക്ഷ്യമിടുന്നു എന്ന് തന്നെയാണെന്നാണ് ഇപ്പോൾ പോളണ്ടിലെ പ്രതിരോധ മന്ത്രിയും അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കളും എല്ലാം തന്നെ ആരോപിക്കുന്നത്. എന്നാൽ റഷ്യ ആകട്ടെ ഈ ആരോപണം ഇപ്പോഴും നിഷേധിക്കുകയാണ്. തങ്ങൾക്ക് പോളണ്ടിനെ ആക്രമിക്കേണ്ട ആവശ്യമില്ല എന്നും ഇക്കാര്യത്തിൽ വേണമെങ്കിൽ പോളണ്ട് സൈന്യത്തിൻ്റെ അധികൃതരുമായി തങ്ങൾ ചർച്ച നടത്താൻ പോലും തയ്യാറാണ് എന്നുമാണ് റഷ്യ പറയുന്നത്. ക്രെംലിൻ വക്താവ് പിന്നീട് പറഞ്ഞത് തങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല, ഇക്കാര്യം സൈന്യം പ്രതികരിച്ചോളും എന്നായിരുന്നു. റഷ്യയുടെ പ്രധാനപ്പെട്ട വാദം യുക്രൈനുമായി നടക്കുന്ന യുദ്ധത്തിൽ തങ്ങളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനുമുള്ള നീക്കങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ്. ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുടെ ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ആക്രമണമാണ് എന്നും ഇത്തരം രീതികൾ റഷ്യ ഉപേക്ഷിക്കണം എന്നുമാണ് ആവശ്യപ്പെട്ടിരുന്നത്. മാത്രമല്ല നാറ്റോ സഖ്യകക്ഷികളെല്ലാം തന്നെ ഒരുമിച്ച് നിന്ന് ഇത്തരം നിലപാടുകളെ നേരിടണം എന്നും കീർ സ്റ്റാമർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം റഷ്യയെ വിമർശിച്ചുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ അതിർത്തി ലംഘിച്ച് നടത്തുന്ന ആക്രമണം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും റഷ്യയ്ക്ക് ഇതിൻ്റെ എല്ലാം പിന്നിൽ സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്നുമാണ് സെലൻസ്കി ആരോപിക്കുന്നത്. റഷ്യ യുക്രൈനുമായുള്ള യുദ്ധം ഏതാണ്ട് 3 വർഷത്തോളമായി ഇപ്പോഴും അവസാനിക്കാതെ തുടരുകയാണ്. യുക്രൈനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ നേരെ ഒരുപക്ഷെ ആക്രമണം നടത്താൻ റഷ്യ തയ്യാറായിരിക്കും എന്നുള്ള അഭ്യൂഹങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോളണ്ട് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തെ നോക്കിക്കാണുന്നത്. എന്നാൽ പോളണ്ട് കെട്ടുകഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണെന്നാണ് ഇപ്പോൾ റഷ്യൻ സൈന്യം ആരോപിക്കുന്നത്. തങ്ങൾക്ക് പോളണ്ടിനെ ആക്രമിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല എന്നാണ് റഷ്യ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം ഡ്രോണുകൾ റഷ്യ പോളണ്ടിലേക്ക് അയച്ചത് എന്നുള്ളതിന് ഇനിയും ഉത്തരമില്ല. പോളണ്ടിലെ സൈനിക അധികൃതർ പറയുന്നത് 1-2 ഡ്രോണുകൾ മാത്രമാണ് റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നിരുന്നത് എങ്കിൽ തങ്ങൾക്ക് അക്കാര്യത്തിൽ വലിയ സംശയമൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. പക്ഷേ ഇത്രയധികം ഡ്രോണുകൾ, ഏതാണ്ട് 19ഓളം ഡ്രോണുകളാണ് ഒരുമിച്ച് കടന്നു വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ആക്രമണമായിട്ട് തന്നെ കണക്കാക്കണം എന്നാണ് പോളണ്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ റഷ്യയുടെ ഈ ആക്രമണം ഉന്നയിക്കാൻ തന്നെയാണ് പോളണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഒട്ടുമിക്ക പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും പിന്തുണ കിട്ടുമെന്നുള്ളതും ഉറപ്പാണ്. ഒരുപക്ഷെ അതുകൊണ്ട് കൂടി ആയിരിക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതാ ഞങ്ങൾ ഇറങ്ങുകയായി, ഞങ്ങൾ ഇതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന രീതിയിൽ പ്രതികരിച്ചത്.